ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു റീവിസിറ്റ് ആണ്. നമ്മൾ ഇതിനു മുമ്പ്, അതായത് ആദ്യം ഈ ചാനൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ചെയ്ത ഒരു വീഡിയോ ബാക്കി പത്രം എന്ന പോലെ അതേ സ്ഥലത്തേക്ക് വീണ്ടും പോവുകയാണ്. നമ്മുടെ കുട്ടനാട് തന്നെയാണ്. കുട്ടനാട്ടിലെ ഗരുഡഗിരി ഷാപ്പാണ്. അന്ന് ആ വീഡിയോ ഇട്ടപ്പം അതിൽ ഒന്ന് രണ്ട് പേര് കമന്റ് ചെയ്തിരുന്നു, അവിടുത്തെ ഫുഡ് കൊള്ളില്ല, അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ, സ്റ്റാഫിന്റെ പെരുമാറ്റത്തെ കുറിച്ചും ഒക്കെ. എനിക്കൊന്ന കമന്റുകളൊക്കെ ഇപ്പോഴും അതിൽ കിടപ്പുണ്ടാവും, നിങ്ങളത് നോക്കിയാൽ മതി. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഏതാണ്ട് ഒരു 10-14 വർഷമായിട്ട് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ ഷാപ്പിൽ വരാറുണ്ട്. ഒരു 10-15 വർഷം മുന്നേക്ക് എന്ന് പറയുന്നത്, അന്ന് എൻ്റെ ഏരിയയിൽ വലിയ വലിയ ചേട്ടന്മാരുടെ കൂടെയൊക്കെ വന്ന് ചെറുതായിട്ടൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഷാപ്പ് ആദ്യമായിട്ട് കാണുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ശരിക്കും ആ ഷാപ്പിന്റെ വളർച്ചയും ഈ പറയുന്ന ക്യാബിനുകളൊക്കെ സെറ്റ് ചെയ്തതും, അന്ന് ഞങ്ങൾ വരുമ്പോൾ ആകെ പുറത്തൊരു 3-4 ക്യാബിനേ ഉണ്ടായിരുന്നുള്ളൂ ആ തോടിനോട് ചേർന്ന്. പിന്നെ നമ്മൾ അകത്ത് ആ മെയിൻ കാണുന്ന ബിൽഡിങ്ങിനകത്തിരുന്നായിരുന്നു ഫുഡൊക്കെ കഴിക്കുക. ഗരുഡഗിരി ഷാപ്പിന്റെ ഫസ്റ്റ് വീഡിയോ കണ്ടവർക്കറിയാം ഇതിന്റെ ഇപ്പൊ വലത്തെ സൈഡിലുള്ള ആ പാടത്തിന്റെയൊക്കെ ഭംഗിയും കാര്യങ്ങളും. ഇതിപ്പോ രാത്രി ഏകദേശം 9:30 മണി കഴിഞ്ഞു, 9:45 ആ സമയമായിട്ടുണ്ട്. ഞാനും എൻ്റെ കുറച്ച് കൂട്ടുകാരും ഒരു സ്ഥലം വരെ പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഇവിടെ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. ശരിക്കും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ ആലോചിച്ചപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇത് ഇവിടെ വന്ന് ഒരു വീഡിയോ കൂടി ചെയ്തുകൂടാന്ന് ആലോചിച്ചു. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. പക്ഷേ ഈ സമയത്താണെങ്കിലും നിങ്ങൾക്ക് കാണാമല്ലോ, കാറുകളൊക്കെ കിടപ്പുണ്ട്, പല ഫാമിലിയും ഉണ്ടായിരുന്നു. 10-12 വർഷം മുന്നേ എന്ന് പറയുമ്പോൾ ഇത്രയും ഫാമിലി ഒന്നും ഷാപ്പുകളിൽ പോവുകയോ അല്ലെങ്കിൽ ഷാപ്പുകൾ അതെല്ലാം പോട്ടെ, ഒരു യാത്ര തന്നെ എത്ര പേര് പോകുന്നുണ്ടായിരുന്നു. ഇപ്പൊ അതിലൊക്കെ നല്ല മാറ്റങ്ങളുണ്ടല്ലോ. എവിടെ ചെന്നാലും നിറയെ ഫാമിലീസ് ഉണ്ട്. ദേ ശാന്തമായി കിടക്കുന്ന ഷാപ്പ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഇവിടുത്തെ തിരക്കിന്റെ കാര്യം, അത്രയും തിരക്കുള്ള ഷാപ്പാണ്. എന്തായാലും ഞങ്ങൾ നല്ല ദൂരം ഓടി വന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ മുഖമൊക്കെ ഒന്ന് കഴുകി ടോയ്ലറ്റിലൊക്കെ പോയതിനു ശേഷം ഞാൻ പോകുന്നു. കാറ് വെച്ച് തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ചെറിയൊരു മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ അണ്ണൻ ഒരു കുടയായിട്ട് വന്നു. നമ്മൾ കുടയിൽ കയറി നമ്മുടെ ക്യാബിനിലെത്തി, ലൈറ്റ് ഇട്ടു, പ്രകാശം പരന്നു. ഇതാ നമ്മൾ കസേരയിലേക്ക് ഇരിക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് ഓൺ വോയിസിൽ ബാക്കി കേൾക്കാം. വേറെ കക്കയുണ്ട്, കണവ, മുയൽ, കാള, തീപ്പൊരി, തീക്കോട്ട്, താറാവ്, വെല്ലുപേട്ട, കാരുപോയി, വരാൻപോയി, തേമി ഉണ്ട്. അണ്ണാ എടുക്കാന്നാ നമുക്ക് കഴിയാം. കപ്പ, വാളക്കറി, പൊടിമീൻ, നല്ല ചൂടാണല്ലോ. പന്നി, ഓർക്കിന്നും ഉണ്ട് കേട്ടോ. ബീഫ്, എല്ലാം നല്ല ചൂടാണ്. പൊറോട്ട, ഇതാണ് സ്പെഷ്യൽ പൊറോട്ട. ആണോ? രണ്ട് പ്ലേറ്റ്. നമുക്കിതാ ഇത്രയും സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. പൊറോട്ട എന്നെ ഹടാതെ ആകർഷിക്കുന്നുണ്ട്. പക്ഷെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂട് പൊറോട്ടയാണ്. പക്ഷെ അതിൽ കൂടുതൽ പൊടിമീൻ ചൂടോടെയാണ്. അപ്പം നമുക്ക് അതിൽ നിന്ന് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വയലോട്ട് വെക്കുമ്പോൾ കറുമുറ സൂപ്പർ. പൊറോട്ട നല്ല ചൂടുണ്ട്. പൊറോട്ടയ്ക്ക് എപ്പോഴും നമ്മുടെ മറ്റേ ബീഫല്ലേ മാച്ച്. പൊറോട്ട നൈസാണ്. ബീഫ് സൂപ്പറാട്ടോ, പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ പോർക്ക്, കപ്പയും മീനും കൂടെ ഒന്ന് നോക്കാം. മീനല്ല, മീൻ ചാറുമായിട്ട്.
പോർക്ക് മാത്രമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വാളയാണ് മീൻ വാങ്ങിച്ചത്. ഈ മീനൊന്ന് പലയിടത്തും നമുക്ക് ഈ മീന് ഒരു ചെവ വരാറുണ്ട്. ഇവിടെ എങ്ങനെയാണെന്ന് നോക്കാം. ആ മസാലയൊക്കെ പിടിച്ചിട്ട് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മീനാണ്. ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ ഈ അപ്പം മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്തില്ല. ഈ പോർക്കിൻ്റെ കൂടെ തന്നെ അപ്പം ഒന്ന് ട്രൈ ചെയ്യാം. അപ്പവും പോർക്കും ഒരു കാര്യമുണ്ട്. അപ്പവും പോർക്കും നല്ല കോമ്പിനേഷൻ തന്നെയാണ്. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പവും മീൻ തന്നെ. അപ്പോൾ മീനും തന്നെ കോമ്പിനേഷൻ. അങ്ങനെ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ, ഫുഡ് മോശമായിട്ട് എനിക്ക് തോന്നില്ല. നമ്മൾ എത്തിയ സമയം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 9:45. കഴിച്ചൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് 10 മണി കഴിഞ്ഞു. അത് ഷാപ്പ് അടയ്ക്കുന്ന സമയമാണ്. എന്നിട്ട് പോലും ഒരു സാധനം പോലും പഴയതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശം ടേസ്റ്റോ എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഈ വീഡിയോയോടുകൂടി കുട്ടനാട് ഷാപ്പ് വീഡിയോ താൽക്കാലികമായി നിർത്തുന്നു. അടുത്ത വീഡിയോ ഒരു വെറൈറ്റിയുമായി വരുന്നതായിരിക്കും. Till then, take care. Bye.